ഇനി രേണുസുധിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. ഇവനെയൊക്കെ ആരാണ് അവിടെ പിടിച്ചിരിക്കുന്നത്? നിന്റെ അപ്പനാ പട്ടി. വേഗം ചെന്ന് നിന്റെ തലക്കകത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിട്ട് വാ. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം, അതിൽ രേണുസുധി ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. അതെ. അയ്യോ, പുതുതായിട്ട് ചവിട്ടുകൊള്ളാൻ വന്ന ആളാ. ഞാൻ ഈ ക്യൂട്ട്നെസ് മാറി വിതറാത്ത കൊണ്ടും മൈൽ സ്റ്റോൺ എന്നെ ഓപ്റ്റ് ചെയ്തു. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇത്രക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഈ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തിയെ അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. ഇനി ഇതിന്റെ പേരിൽ പടക്കം പൊട്ടിച്ച് എനിക്ക് വീണ്ടും ആഘോഷിക്കണം. അതുകൊണ്ട് തന്നെ രേണുസുധി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനൽ താഴോന്ന് രേണുസുധി കമന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞ രേണുസുധി ഒരുപാട് വട്ടം കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇനി നീ എങ്ങാനും കൃത്യസമയത്ത് തന്നെ രേണുസുധി എത്തി. മറ്റു ഗസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. തമാശരിക്കുള്ളൂ. അതിനുള്ള വിവരമൊന്നുമില്ല. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ. അതെന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. പക്ഷേ ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ. സത്യം പറയുമെന്താ തല്ലണോ? തല്ലരുത്. മൊബൈൽ റീചാർജ് ചെയ്ത് വന്നിരുന്ന് എന്നെ തെറി വിളിക്കുന്നു. ഉളുപ്പുണ്ടോ നിങ്ങക്ക്? നാണുണ്ടോ നിങ്ങക്ക്? യൂട്യൂബ് ബുള്ളിങ്ങിന്റെ പേര് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന്റെ പേര് വലിച്ചു കയറിയ നിന്നെ പോലുള്ള മക്കളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നോണ പറയുമെങ്കിലും വിശ്വസ്തന. എന്താ ഇവിടെ?